കിച്ചൺ ഡയറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സദ്യ സ്പെഷ്യൽ കൂട്ടുകറിയുടെ റെസിപ്പിയുമായാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അര കപ്പ് അളവിൽ കറുത്ത കടലയാണ് എടുത്തിരിക്കുന്നത്. കൂട്ടുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ടേസ്റ്റ് ഉണ്ടാവുക ഈ കടല ഉപയോഗിക്കുമ്പോഴാണ്. ഇത് ഒരു ബൗളിലേക്ക് ചേർത്തതിന് ശേഷം ഇതിലേക്ക് കുതിർക്കുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. 6 മണിക്കൂറിന് ശേഷം കടല നന്നായി കുതിർന്ന് വന്നതിന് ശേഷമാണ് ഞാനിത് നന്നായി വാഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊരു കുക്കറിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നീട് കടല കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. 1.5 കപ്പ് അളവിൽ വെള്ളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുക്കർ അടച്ച് നമുക്കിത് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഏകദേശം 4 വിസിൽ വന്നതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രഷർ എല്ലാം പോയതിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കടലയെല്ലാം ആവശ്യത്തിന് കുക്കായിട്ടുണ്ടോ എന്നെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ കടലയെല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിവിടെ സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. കൂട്ടുകറി ഞാൻ തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്. ഇതിനകത്തേക്ക് കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് അളവിൽ ചേന നുറുക്കിയതും പിന്നീട് 1.5 കപ്പ് അളവിൽ നേന്ത്രക്കായ ചെറുതായി അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ മീഡിയം വലുപ്പത്തിലുള്ള 2 നേന്ത്രക്കായാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് ഇതിനകത്തേക്ക് 1.5 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം വെജിറ്റബിൾസ് കുക്ക് ചെയ്യുന്നതിന് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. ആ വെജിറ്റബിൾസ് നികക്കനെ നിൽക്കുന്ന വിധത്തിൽ വെള്ളം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഇത് കവർ ചെയ്ത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മൺചട്ടി എടുക്കുന്ന സമയത്ത് ഞാൻ ആദ്യം കുറച്ച് എണ്ണ ഇതിനകത്ത് തടവി കൊടുത്തിരുന്നു. അങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ ഇത് വെജിറ്റബിൾസ് അടിയിൽ പിടിക്കുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്നിത് ഇളക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് സമയം ആയപ്പോൾ ഞാൻ ഇതൊന്ന് തുറന്ന് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ഒരു ജാർ എടുത്ത് അതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. 1/2 കപ്പ് അളവിൽ എന്ന് പറയുമ്പോൾ 5 ടേബിൾ സ്പൂൺ അളവിലാണ് തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ചേർത്തിരുന്നത്. അപ്പോൾ ഇത് ഒതുക്കിയതിന് ശേഷം സൈഡിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചേനയും കായും എല്ലാം കുക്കായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് സമയം ആകുമ്പോഴേക്ക് തന്നെ വെജിറ്റബിൾസ് എല്ലാം ആവശ്യത്തിന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചേനയെല്ലാം നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കടല ചേർക്കാം. ആ വെള്ളത്തോട് തന്നെയാണ് ഞാൻ കടല ഇതിനകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതിനുശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് സമയം കൂടെ ഞാനിതൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാനിവിടെ ലിഡ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഞാൻ ഇവിടെ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ തേങ്ങ നന്നായിട്ട് ഈ കൂട്ടിലേക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ തേങ്ങ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നീട് ഇതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ശർക്കര ഇതിനകത്തേക്ക് ചെറിയ കഷ്ണം ചേർത്തതിന് ശേഷം ഇതൊന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട
താളിക്കാൻ വേണ്ട കാര്യങ്ങൾ തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കടുക് പൊട്ടിയതിന് ശേഷം പിന്നീട് ഇതിലേക്ക് 3 വറ്റൽ മുളക് നെടുകെ കീറിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിനകത്തേക്ക് തേങ്ങാക്കൊത്താണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് ചേർത്ത് ഒന്ന് നിറം മാറിയതിന് ശേഷം മാത്രമാണ് ചിരകിയ തേങ്ങ ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങാക്കൊത്ത് കടിക്കുന്നതും ആ ചിരകിയ തേങ്ങ ചേർക്കുന്നതും ആണ് കൂട്ടുകറിക്ക് പ്രധാനമായും ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ തേങ്ങ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നിറം മാറിയ സമയത്ത് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തേങ്ങ കൂടുതൽ ചേർക്കുമ്പോഴും കൂട്ടുകറിക്ക് കൂടുതൽ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ തേങ്ങ ചേർത്തതിന് ശേഷം ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തേങ്ങ ഏകദേശം ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൂട്ടുകറിയിലേക്ക് താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഈ താളിപ്പ് ഞാൻ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ താളിപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ രുചികരമായ മലബാർ സ്പെഷ്യൽ കൂട്ടുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ഞാനിവിടെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ പ്രാദേശികമായി പല സ്ഥലത്തും കൂട്ടുകറി തയ്യാറാക്കുന്നതിൽ പല വ്യത്യാസങ്ങൾ കാണാം. നമ്മൾ ചേർക്കുന്ന കഷ്ണങ്ങളിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോൾ നിങ്ങൾ ഈ ഓണത്തിന് ഈ മലബാർ രീതിയിൽ കൂട്ടുകറി തയ്യാറാക്കി നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്സ് എല്ലാം കമൻസായി താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് ഓണവിഭവങ്ങൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകറി കുക്കറിൽ തയ്യാറാക്കുന്ന വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കുന്ന വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോയെല്ലാം ലിങ്ക് എല്ലാം ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താങ്ക് യു ഫോർ